ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അതുല്യ. ഇന്ന് നമ്മൾ കോട്ടയത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന എക്സോട്ടിക് പെറ്റ് ഷോ കാണാൻ പോകുന്നു. അപ്പൊ അവിടെ എന്തൊക്കെയോ ഉള്ളതെന്ന് നമുക്ക് ഒരുമിച്ച് പോയി നോക്കിയാലോ? അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പലതരം വെറൈറ്റി പീസന്റുകളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കോഴികളുടെയും പ്രാവുകളുടെയും പലതരം വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു 11:30 ആയപ്പോഴേക്കും, അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ നമുക്കെല്ലാം സാവധാനം പതിയെ കണ്ട് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു എന്തുവരെ ഇത് ഭയങ്കര വെർത്താണ്. കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ ഇവിടെ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടെ കുറെ ലവ് ബേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോക്ടെയിൽസ്, തത്തകള്, അതിന്റെയൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് കളക്ഷൻസ് ഇവിടെയുണ്ട്. കോട്ടയംകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ ഗൈസ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല ആമിനി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊയ്പ്പനെ കാണാൻ പറ്റും. പിന്നെ ഇത് ഇഗ്വാനയുടെ 2 വെറൈറ്റി ആണ്. ഇതാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇഗ്വാന. ഇത് എന്റെ വേറൊരു ടൈപ്പാണ്. പിന്നെ ഇവിടെ 2 തരം പൂച്ചയുണ്ട്. ഇത് ബംഗാൾ ക്യാറ്റാണ്. ഇത്രയും ടൈം നമ്മൾ എക്സോട്ടിക് ആനിമൽസിനല്ലേ കണ്ടേ. ഇനി നമുക്ക് കുറച്ച് എക്സോട്ടിക് സ്നേഹികളെ കണ്ടാലോ? ആനക്കൊണ്ട തൊട്ട് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരുപാടധികം എക്സോട്ടിക് പെറ്റ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. സത്യം പറയാലോ, എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പേരുള്ള ഈ പാമ്പ് പേളെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ തീർച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ പേരേക്ക് മാറി. ആ ചേർന്നുള്ള ധൈര്യമാണ്. പിന്നെ അങ്ങനെ നമ്മൾ തോളത്തൊക്കെ ഇട്ട് ഭയങ്കര പോസൊക്കെ കൊടുത്ത് ഇടയൊക്കെ എടുക്കും. സീരിയസ്ലി ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ 2 തരം പാമ്പിനും പേളിനും ഒക്കെ എടുക്കും. അപ്പൊ അമ്മയും കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അമ്മേനെ വെറുതെ വിട്ടിട്ടില്ല, അമ്മേനെ കൊണ്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പേരെന്തോ ഡ്രാഗൺ അങ്ങനെ എന്താണ്. അപ്പൊ നമ്മൾ ഇതിന് തൊട്ടു. അതുപോലെ തന്നെ ഇതിന്റെ ഘട്ടത്തിലുള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ഇതാണ് മെയിൻ അട്രാക്ഷൻ. ഒരു കാറിനുള്ളിലാണ് ഈ അക്വേറിയം ഒരു സെറ്റ് ആക്കി വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കുറെ സ്റ്റാളുകൾ കാണാൻ പറ്റും. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഡ്രസ്സ്, ഫർണിച്ചർ മുതലായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ജയ്പൂർ ഹാൻഡ് മെയ്ഡ് പോട്ടുകളും പാത്രങ്ങളും കിട്ടും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഈ ബസ്സിൽ കയറി നമ്മൾ നേരെ പാലായ്ക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പാലായിലെത്തി ഒരു ഗിഫ്റ്റ് മേടിക്കണം. അപ്പൊ അത് നോക്കുവാണ്. അപ്പം അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നടക്കുവാണ്. അപ്പൊ ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.